താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് കർഷകർ. വീണ്ടും മാർച്ച് ആരംഭിക്കുമെന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 21, അതായത് നാളെ മുതലാണ് ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കുക. കർഷകരുടെ താൽപര്യം മുൻനിർത്തിയുള്ളതല്ല കേന്ദ്രം കാർഷികോൽപ്പന്നങ്ങൾ നൽകാമെന്ന് അറിയിച്ച താങ്ങുവിലയെന്ന് കർഷകർ പറഞ്ഞു. ഇതേ തുടർന്നാണ് കേന്ദ്ര നിർദ്ദേശം തള്ളിയത്. കേന്ദ്രം മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കൊന്നും തീരെ വ്യക്തതയില്ല. 23 കാർഷിക വിളകൾക്കും താങ്ങുവില ആവശ്യമാണ്. ധാന്യങ്ങൾക്കും പരുത്തിക്കും മാത്രമല്ല താങ്ങുവില ആവശ്യമെന്നും കർഷകർ എടുത്തു പറഞ്ഞു. ഞായറാഴ്ചയാണ് കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിൽ 4ാം ഘട്ട ചർച്ചകൾ നടത്തിയത്. ധാന്യങ്ങൾ, പരുത്തി, ചോളം എന്നിവയ്ക്ക് താങ്ങുവില നൽകാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാഗ്ദാനം. 5 വർഷത്തേക്കുള്ള പ്ലാനായിട്ടായിരുന്നു കേന്ദ്രം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതേസമയം കേന്ദ്ര നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിലേക്കുള്ള മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പഠിക്കാൻ സമയം വേണമെന്നാണ് ഇതിന് കാരണമായി കർഷകർ മറുപടി നൽകിയത്. സംയുക്ത കിസാൻ മോർച്ച നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ പാം ഓയിൽ 1.75 ലക്ഷം കോടി നൽകി ഇറക്കുമതി ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എണ്ണക്കുരുക്കൾക്ക് ഈ പണം നൽകിയാൽ അത് കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. കേന്ദ്രത്തിന്റെ നിർദ്ദേശം നെൽകൃഷിയും ധാന്യങ്ങളും കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ നേട്ടമുണ്ടാവുകയുള്ളൂ എന്നും ജഗ്ജിത് സിംഗ് പറഞ്ഞിരുന്നു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന സമരത്തിൽ കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗമാണ് പ്രധാനമായും പങ്കെടുക്കുന്നതെങ്കിലും SKMന്റെ നിരീക്ഷണങ്ങൾ ദില്ലി ചലോ മാർച്ചിനെ സംഘർഷഭരിതമാക്കിയേക്കുമെന്നതിൽ സംശയം വേണ്ട. പഞ്ചാബ്, ഹരിയാന അതിർത്തിയായ ശംഭുവിലേക്ക് കൂടുതൽ കർഷകർ നാളെ രാവിലെയോടെ എത്തിയേക്കുമെന്നാണ് സൂചന. നിലവിലുള്ള രീതിക്ക് പകരം സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഫോർമുല പ്രകാരമുള്ള താങ്ങുവില ലഭ്യമാക്കണം. 4 വട്ടം ചർച്ച നടന്നിട്ടും നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനുള്ള നീക്കം മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് SKM ആരോപിക്കുന്നത്. അതേസമയം സർക്കാരുമായി ഇനിയൊരു ചർച്ച പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാൽ ചർച്ചകൾക്ക് കർഷകർ തയ്യാറാണെന്നും SKM രാഷ്ട്രീയേതര നേതാവ് കൂടിയായ ദല്ലേവാൾ പറയുന്നുണ്ട്. ഒന്നുകിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കർഷകരോട് അക്രമത്തിന്റെ പാതയിലേക്ക് പോകരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. മാസങ്ങളെടുത്താലും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ മടങ്ങിവരില്ലെന്ന വാശിയിലാണ് കർഷകർ. MSP നിയമം, കാർഷിക കടം എഴുതിത്തള്ളൽ, സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കൽ എന്നീ 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സമരം നടത്തുന്നത്. കർഷകരെ അനുനയിപ്പിക്കാൻ സർക്കാർ പലതവണ ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ സർക്കാർ തങ്ങളുടെ സമയം പാഴാക്കുകയാണെന്നും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് കർഷകർ പറഞ്ഞത്.